ഹലോ ഹായ്, നിങ്ങൾക്ക് ട്യൂലിപ്സ് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിങ്ക് ട്യൂലിപ്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാതെ പോകരുത്. ഇങ്ങനെ ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു പാളയാണ്. ഇതുണ്ടല്ലോ, ഈ കവുങ്ങും പട്ടയും പാളയും ഒക്കെ ആകെപ്പാടെ അടിപൊളിയാ. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാ. ഫ്ലവേഴ്സ് മാത്രമൊന്നല്ല കേട്ടോ, വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പൊ നമുക്ക് ട്യൂലിപ്സ് ഉണ്ടാക്കാം. ഇങ്ങനെ ഇത് പറിച്ചെടുക്കുന്നൊക്കെ കാണുമ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സ്പീഡായിട്ട് കണ്ടാൽ മതി. പക്ഷെ കാണാതെ പോരുത്, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മേലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് പറിച്ചെടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിലത്തെ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ബ്ലേഡ് വെച്ച് വരഞ്ഞു കൊടുത്താൽ കുറെ ലെയർ നമുക്ക് ഒരു പാളയിൽ തന്നെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പറിച്ചെടുത്താൽ വളരെ കട്ടി കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ട് ഇതിനെ കിട്ടും. നമുക്കൊരു പേപ്പർ പോലെ തന്നെ ഇതിനെ ഉപയോഗിക്കാം. ഞാൻ ഈ പെറ്റൽസ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ഫ്ലവർ ഉണ്ടാക്കിയത്. ഞാനിതിനൊരു ബോക്സിലേക്ക് അടച്ചു വെച്ചു. നന്നായി ഉണങ്ങാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്ന കളർ. ഇത് തുടച്ചു കഴിഞ്ഞാൽ ഫംഗസ് അങ്ങ് പോകും. എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ട് ഇതിനിപ്പോ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഒരുപാട് കാലം ഇത് ഇതേപോലെ തന്നെ നിൽക്കും. പറിച്ചെടുത്തതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിലേ കവറിലോ ബോക്സിലോ ഒന്നും ഇട്ട് വെക്കാതെ പുറത്തെവിടെയെങ്കിലും വെക്കുക. അത്രയേ ഉള്ളൂ. സ്റ്റെമ്മിന് വേണ്ടി ഇതുപോലെ A4 ചുരുട്ടി എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ പെയിന്റ് അടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് കിട്ടും. നിങ്ങൾ ന്യൂസ് പേപ്പർ എടുക്കുന്നെങ്കിൽ അതിന്റെ പ്രിന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പെയിന്റ് അടിച്ചെടുക്കുന്നതിൽ കുറച്ച് പണിയായിരിക്കും. ഇനിയിപ്പോ പേപ്പർ സ്ട്രോ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഈ ഒരു സ്റ്റെമ്മിന്റെ ഉള്ളിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഉരുട്ടി വെച്ച പേപ്പർ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചത്. ഇനിയിപ്പോ വലിയ പരിപാടികളൊന്നുമില്ല. സ്റ്റെമ്മിന് കളർ കൊടുക്കുക, പിന്നെ നമ്മളെ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുക, അതിന്റെ താഴത്തേക്കായിട്ട് ലീഫ് കൂടി ഒട്ടിച്ചു കൊടുക്കുക. ട്യൂലിപ്സിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഈ പെറ്റൽസിനെ ഒന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മടക്കി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കാന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് നന്നായി തന്നെ ഒട്ടും. കുറച്ച് സമയം നമ്മൾ ഒട്ടിക്കിട്ടാൻ വേണ്ടി കാത്തു വെക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഈ പെറ്റൽസ് ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം, ഇത് വല്ലാണ്ട് ലൈറ്റ് കളർ ആയിപ്പോയോന്ന്. അതുകൊണ്ട് കുറച്ചുകൂടി കളർ കൂട്ടി പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലീഫ് ഞാൻ പാള വെച്ച് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുറെ ലൈൻസ് ഒക്കെ വന്നോണ്ട് തന്നെ കുറച്ചൊരു ഒറിജിനാലിറ്റി ഒക്കെ തോന്നില്ലേ? ട്യൂലിപ്സിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, ഇതാണ് ആസ്തെറ്റിക് വേൾഡിലെ ദേശീയ പുഷ്പം. എന്റെ തോന്നല് ശരിയാണോ തെറ്റാണോ? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ട്യൂലിപ്സ് ഒരുപാട് കളറിലുണ്ടല്ലോ. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ട്യൂലിപ്സാ ഇഷ്ടം? ഈ ഒരു പിങ്ക് ട്യൂലിപ്സിന് 10ൽ എത്ര മാർക്ക് കൊടുക്കാം? ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.